السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من آذى شعرة مني فقد آذاني ومن آذاني فقد آذى الله. شفيعنا وحبيبنا محمد رسول الله صلى الله عليه وسلم. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. ആദരണീയരായ പണ്ഡിതന്മാർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നേരത്തെയുള്ള തീരുമാനമനുസരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയങ്ങൾ പറയാനും അറിയാനും വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള മജ്ലിസായി അല്ലാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. വിശാലമായ ഒരു പ്രഭാഷണം ഇവിടെ ലക്ഷ്യമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പ്രസക്തമാണ് എന്ന് ഉറപ്പുള്ള ചില വിഷയങ്ങളിൽ ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ഏതാണെന്ന് തിരിച്ചറിയപ്പെടാത്ത രൂപം ഇസ്ലാമിനെ വികലമാക്കാൻ വേണ്ടി പുറത്തുനിന്നും അകത്തുനിന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നാം നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി പ്രബോധനം ചെയ്ത ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ രൂപഭാവങ്ങളും അവിടുന്ന് പറഞ്ഞു. മാ അന അലൈഹി വ അസ്ഹാബി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും എന്റെ സ്വഹാബികളും ഏത് രൂപത്തിൽ ഏത് മാർഗത്തിൽ ഇവിടെ പ്രവർത്തിച്ചുവോ ആ മാർഗം സ്വീകരിക്കുന്നവർ അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മപ്പെടുത്തി. അന്നു മുതൽ നമുക്കറിയാം, ഖലീഫമാരുടെ കാലഘട്ടങ്ങളിലും
മഹാന്മാരായ ഇമാമിയങ്ങൾ ജീവിച്ച കാലങ്ങളിലെല്ലാം വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ പല ആളുകളും രംഗത്ത് വരികയും അന്നത്തെ പണ്ഡിതന്മാർ അതിനെ ശക്തിയായി നേരിടുകയും ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ഇവിടെ നിലനിർത്തുകയും ചെയ്തു. നമ്മുടെ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചതും പ്രബോധനം ചെയ്തതും സ്വഹാബികളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വഹാബികൾ പ്രചരിപ്പിച്ച ദീനുൽ ഇസ്ലാം മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ, സദാത്യങ്ങളിലൂടെ, മഹാന്മാരായ സ്വഹാബികളിലൂടെ, ഇമാമിയങ്ങളിലൂടെ ഇവിടെ നിലനിന്നു പോന്നു. മഹാനായ മമ്പുറം തങ്ങളും ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ള മഹാരഥന്മാർ ദീനുൽ ഇസ്ലാം ഇവിടെ പ്രബോധനം ചെയ്തു. അതിന്റെ ശേഷം നമുക്കറിയാം, മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പണ്ഡിതന്മാർ ഇവിടെ സ്ഥാപിച്ച മഹത്തായ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത്. ധാരാളം പണ്ഡിതന്മാരിലൂടെ ആ സംഘടന അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവറുകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ആ മഹാരഥന്മാരും പണ്ഡിതന്മാരും അതിന്റെ നേതൃത്വം വഹിച്ച് സമൂഹത്തിന് മാർഗദർശനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഈ പരമ്പര ഇവിടെ നിലനിൽക്കുകയും അല്ലാഹു തന്നെ അത് സംരക്ഷിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഖുർആൻ അഥവാ ശരീഅത്ത്, ഖുർആനിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഖുർആൻ ഇവിടെ പഠിപ്പിച്ച ആദർശം അതേതാണ്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശം. ആ ആദർശം ഇവിടെ നിലനിർത്തും, അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ വെച്ച് ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉണ്ടായ അനിവാര്യമായ പിളർപ്പ് എന്ന് തന്നെ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാം. നേരത്തെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിച്ച ആളുകൾ, പണ്ഡിതന്മാർ, സാദാത്യങ്ങൾ, അവർ എന്ത് ലക്ഷ്യമാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ലക്ഷ്യം അത് നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഇസ്ലാമിന്റെ അഥവാ സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ മുഖം നിലനിർത്താൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ താജുൽ ഉലമ സയ്യിദ് അവറുകളും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളും നമ്മുടെ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിലനിർത്തി നമുക്ക് കാണിച്ചു. ഇപ്പോൾ ഞാനത് വളരെ ശക്തമായി പറയാനുള്ള കാരണം, ഈ സന്ദർഭത്തിൽ നമുക്കറിയാം ഒരുപാട് വിവാദങ്ങളും കാര്യങ്ങളും പല വിഷയങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതൊന്നുകൂടി ഊന്നി പറയാനുള്ള കാരണം. ചേളാരി വിഭാഗം ഈയിടെയായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിഡിയും അതേപോലെ തന്നെ അവരുടെ സമ്മേളനങ്ങളിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും പ്രഖ്യാപനങ്ങളുമെല്ലാം കാണുമ്പോൾ അതിൽ നമ്മൾ വഞ്ചിതരാവാൻ പാടില്ല. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം, എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്? അതാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ പറയുന്നത്. കോഴിക്കോട് സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മേളനത്തിൽ എന്തായാലും അഹ്സനി വരും. ഞാനും അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. അപ്പൊ അവസാനം പറഞ്ഞു, അഹ്സനിയുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട്. ഏതായാലും ആ വകയിൽ അയാൾക്കൊരു തക്ബീറും കിട്ടി. അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത്? എന്തായിരുന്നു ആ സീഡിയുടെ രഹസ്യം? അത് വിശദമായി പറയുന്നതോടൊപ്പം തന്നെ ആ സീഡിക്കുള്ള ഒരു കഫാറത്ത് കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണം.
അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. നമുക്കറിയാം, പഴയ കാലം മുതൽക്ക് തന്നെ യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നതും അറിയുന്നതും നമ്മുടെ ഉസ്താദുമാരിലൂടെ. മഹാനായ ശൈഖുനാ ഓകെ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് അവരുടെ ദർസിൽ അവിടുത്തെ ഏറ്റവും അവസാനത്തെ ജീവിതത്തിലെ അവസാനത്തെ ബാച്ചിലാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരായി. എ.പി. ഉസ്താദിനെയും താജുൽ ഉലമ സയ്യിദ് അവറുകളെയും ഇവരെയെല്ലാം നമ്മൾ പരിചയപ്പെടുന്നതും കാണുന്നതും അറിയുന്നതും ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് വിശദമായി പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എന്നും നമുക്ക് പറയാനുള്ള ഉത്തരം അത് താജുൽ ഉലമയും ഖമറുൽ ഉലമ ഉസ്താദ് അവറുകളും സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരും നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. അത് പറയാനുള്ള കാരണം പലപ്പോഴും ഞാൻ അത് പത്രത്തിലും പല സ്ഥലങ്ങളിലും അത് പറഞ്ഞെങ്കിലും വീണ്ടും പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേകമായി നടത്തിയ ചില സീഡികളുടെ പേരിൽ തട്ടിപ്പ് നടത്തുമ്പോൾ അത് നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നത് എന്ന് വസ്തുനിഷ്ഠമായി ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തും. നിങ്ങൾക്ക് ആ വിഷയത്തിൽ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ഞാൻ പറഞ്ഞ ആ സിഡിയിൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നമ്മളതിൽ നടത്തിയിരുന്നു. അതിന്റെ കഥ എന്ത് എന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നു. അതിലുള്ള പരാമർശങ്ങളെ കുറിച്ച് ഞാൻ ആദ്യമായി പറയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഉണ്ടാക്കിയത് എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ? അതെല്ലാവർക്കും അറിയാം. പുത്തൻവാദികൾ വന്നപ്പോൾ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്.